എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇന്നലെ നിന്ന് നടന്ന് ഇവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നിറച്ച് വണ്ടിയാ. ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഇവിടെ യോഗയുടെ പരിപാടി എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ യോഗയുടെ പരിപാടി നടക്കണോടത്ത് ഇവിടെ രാവിലെ തന്നെ ഫുള്ള് വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനധികം നോക്കിയിരുന്നില്ല. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വരുമ്പോഴേക്കും ഒരു 4-5 ആൾക്കാർ കൂടി ഉള്ളിൽ കയറി വന്നു. അങ്ങനെ ഫോട്ടോ എടുക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് എന്താ ചെയ്യാല്ലേ രാവിലെ തന്നെ. ഞാനത് ആകെ ഒരു ഉറക്കം വന്നില്ല നടന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉള്ളിൽ ഫുഡ് ഉണ്ട്, ലസ്സി ഉണ്ട്, പഴമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു ലസ്സിയിൽ പഴമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു വെള്ളം കിട്ടുമോ ചോദിച്ചപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട്, പക്ഷേ ആള് വരണത് അടച്ചിട്ട് കൊടുക്കുക. 2 കുപ്പി വെള്ളവും ലസ്സി സ്വീറ്റ് ലസ്സിയാണ്. മറ്റേ ലസ്സിയുടെ പോലെ കേട്ടോ, മദറുള്ള ലസ്സിയാണ്. അങ്ങനെ 2 പാക്കറ്റ് ലസ്സിയൊക്കെ തന്നു വരും. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ടാണ് പോകാൻ നിൽക്കണം. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഗാവ് കൂടിയിട്ട് പോകേണ്ടിരുന്നു. ആ റോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കയറ്റുള്ള റോഡാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഹൈവേ കൂടിയിട്ട് പോയായിരുന്നു. അതാകുമ്പോൾ നല്ല റോഡുമാണ്, വെയിലുണ്ടാവും. പക്ഷേ എന്നാൽ മറ്റേത് പറഞ്ഞാൽ ഭയങ്കര കയറ്റാവുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഫുള്ള് സെറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ നേരെ പോവാണ്. ഇനിയിപ്പോൾ മറ്റേ ചേട്ടനൊന്ന് വിളിച്ചിട്ട് പറയണം, ഇവിടുത്തെ ഓണറെ വിളിച്ചിട്ട് പറയണം ഞാൻ പോവാന്നുള്ളത്. അങ്ങനെ മക്കളെ ബാക്കി വഴിയെ കാണാം. അങ്ങനെ റോഡ് നോക്കി മക്കളെ ഒരു 10-25 കിലോമീറ്റർ വന്നു കേട്ടോ കാലത്ത് ഇറങ്ങിയിട്ട്. ഭയങ്കര ചൂടാ. 9 മണി കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ നേരത്തെ തന്നെ ഗംഭീര ചൂടാ, ഒരു രക്ഷയില്ല. നമ്മൾ 7 കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതാ. എന്നിട്ട് ഈ നിലയ്ക്കാണ് ചൂട്. ഇവിടെ നോക്കി കുറേ സ്ഥലത്ത് കാണാനുണ്ട്. ഈ ചോളം തന്നെയല്ലേ നേരത്തെ അവിടെ ചോളം ഇട്ട് നടന്നത് ഗോതമ്പാണ്. ഇതും ചോളം തന്നെ. ചോളം ഫുള്ള് നിരത്തിട്ട് കൊടുക്കണം. നോക്കി ഉണക്കാടണാവേണ്ടത്. ഇത് പൊടിക്കാനുള്ള ചോളമാവുണ്ട് കേട്ടാ. ഈ ചോളം പൊടിച്ചിട്ട് എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ഇങ്ങനത്തെ റോഡിന് ഈ സൈഡിൽ നടന്ന് മൊത്തം നടന്നേ. ഇപ്പം അത് മൊത്തം നടുക്കിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് മാറിയിട്ടുള്ള ഹൈ എൻ-എച്ച് മാറിയിട്ടുള്ളതെന്ന് പറയാം. അയ്യോ ഇതേ നമ്മൾ മറ്റേ റോഡ് മറ്റേ കുന്ന് പോലത്തെ റോഡായ കാരണം ഹൈവേ പിടിച്ചത്. ഹൈവേ പിടിച്ചപ്പോഴേ മുടി പോയി. ഹൈവേ പിടിച്ചപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ ഇങ്ങനെ നീണ്ട് കിടക്കുക, തീരുന്നില്ല. ഇത് എത്ര എൻ-എച്ച് 34444 ഇവിടെയൊക്കെ കൃഷി നടക്കുന്നുണ്ട് നന്നായിട്ട്. കണ്ടില്ലേ കൃഷിയുടെ പരിപാടി ചെയ്തോണ്ടിരിക്കുക. അവിടെ എന്താ തല്ലൂട്ടാ അതുകൊണ്ടല്ല ചീത്ത പറയുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെയൊക്കെ കൃഷി നന്നായിട്ടുണ്ട്. അപ്പുറത്തുണ്ട് വേണ്ട എല്ലാ ഗോതമ്പ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ പോണത് ഹരിയാനയെ കൂടിയാന്നാ പറഞ്ഞേ. അങ്ങനെ നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഹരിയാനയും പഞ്ചാബും ടച്ച് ചെയ്യണം. ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴും ടച്ച് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ടച്ച് ചെയ്തു. ചീവിടിൻ്റെ സൗണ്ട് വന്നു. വേർത്തിട്ട് മൂക്കും കൂടെ ഇങ്ങനെ വലിച്ചിറങ്ങുക. ഹരിദ്വാറിലേക്ക് 151 കിലോമീറ്റർ. സഹയ യമുന നഗർ നല്ല പേരായില്ല. യമുന നഗർ കണ്ടോ. അവിടെയൊക്കെ കൃഷി നടക്കുക കേട്ടോ. കൃഷി നടക്കല്ല, അങ്ങനെ വെള്ളം നിറച്ചിട്ടിട്ട് എന്തൊക്കെ പരിപാടി ഉണ്ട്. അറിയാത്ത കാര്യങ്ങൾ പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃഷി അതിലൊതുക്കാൻ നമുക്ക്. അയ്യോ വേർത്തിട്ട് അതാണ് ഏറ്റവും വലിയ സീന്. ഉച്ചയാകുമ്പോഴേക്ക് ഒരു 50 കിലോമീറ്റർ എത്തിക്കാൻ പറ്റും നോക്കണം. കുറേ നാളെ 50 കിലോമീറ്റർ ഉച്ചയിൽ എത്തിയിട്ട് മുന്നേ എപ്പോഴും ഉച്ചയാകുമ്പോഴേക്കും 50 കിലോമീറ്റർ ഉച്ചയിൽ നിർത്താറുള്ളത്. മണാലി ജമ്മു കാശ്മീരൊക്കെ കയറിയപ്പോഴേ പറഞ്ഞ പോലെ 30 കിലോമീറ്ററൊക്കെ ഒരു ദിവസം പോകാനുണ്ടല്ലോ. പിന്നെ ആ ഫ്ലോ എന്ത് കിട്ടി 30 കിലോമീറ്ററൊക്കെ നിർത്താനുള്ള ഇന്ത്യയോടെ ഇപ്പോൾ. ഇന്നലെ ഇതേപോലെ ഇറക്കം കണ്ടപ്പോൾ കയറ്റം ചവിട്ടി കയറണ്ടല്ലോ ചേട്ടാ. അടി കൂടെ പോയതാ ഓർമ്മണ്ടോ. അവിടെ തിപ്പറയല്ലോ കയറ്റി ഒന്ന് വഴി കാരണം അടി കൂടെ പോകണില്ലേ, മോളിൽ കൂടെ പോവാ. എന്താ നോക്കി വന്ന വഴി നോക്കി ബാക്കിലേക്ക് അങ്ങനെ നീണ്ട് നിവർന്ന് കെടുക്കുക. എന്താ ദൂരം. അയ്യോ അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. ഒന്നും പറയണ്ട. അതെന്താണ് അതുകൊണ്ടാണ്
ഓ ഇറക്കം വരുന്ന കാണാനില്ലല്ലോ. മറ്റേത് ഞാൻ ഇതിൽ കൂടെ അങ്ങനെ വരുമ്പോൾ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സൈഡിൽ കൂടെ പിടിച്ചിട്ട് നോക്കുക. സൈഡിൽ കുറേ ചില്ലറോളൊക്കെ കിടക്കണം ഇടയ്ക്കിടയ്ക്ക് കുറേ കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഒന്നും കാണാനൊന്നുമില്ല. അയ്യോ വലിയ ഓർ പിടിച്ചാലത് ചെറുതൊന്നല്ല. ഫുള്ള് കൃഷിയാണ് ബാക്കിലൊക്കെ. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷി 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 കൃഷി. പുറകെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്പീഡ് കിട്ടില്ലേ. ഈ കൃഷിയുടെ ഇടയിൽ ഇങ്ങനെ കുറേ മരങ്ങളുണ്ടോ. നല്ല സ്ഥലമാണ്. കണ്ട് ഇപ്പുറത്തുണ്ട് കുറേ. ഇതെന്തിട്ട് തേക്കാ റബ്ബറാ? തേക്കൊന്നല്ല ഉണ്ട്. ഇതെന്തിട്ട് യൂക്കാലി പോലത്തെ എന്തോ സാധനമുണ്ട്. എന്തിട്ട് പൊട്ടിയേ നിലത്ത് എടുക്കണ്ട അവിടെന്താ അതിന് കുഴപ്പമില്ല. ഒന്നുമില്ല. അടുത്ത പാലം അത് നമുക്ക് കയറണ്ട, നമുക്ക് അടി കൂടി ആവുന്നുണ്ട്. അവിടുന്ന് വരണവർക്കാവുന്നുണ്ട് പാലം. ഇതങ്ങനെയല്ലല്ലോ. നമ്മളേ ഉച്ച വരെ ചവിട്ടാൻ നോക്കണ്ടേ, അല്ലെങ്കിൽ സീനായിരിക്കും. അതിനൊന്നും നടക്കില്ല. ചെമ്പോത്ത് ചേർത്തെടുക്കണ നോക്കി. എന്ത് ചൂടാ മക്കളെ. ഞാൻ നേരെ വന്നിട്ട് ഒരു 10:30 ആകുമ്പോൾ ഇവിടെ ഒരു ഗുരുദ്വാര കിട്ടി. അവിടെ കിട്ടിയപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടി. കാലത്തത്തെ ഭക്ഷണം റൊട്ടി കാര്യങ്ങളൊക്കെ കഴിച്ചു. അതുകൊണ്ട് നേരെ ഇവിടെ വന്ന് കിടന്നതാണ്. ഇപ്പോൾ സമയം 2 മണിയായി. എന്തിട്ട് ചൂടെന്ന് പറയും. ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടാ. സഹിക്കാൻ പറ്റില്ല ചൂട്. അമ്മാതിരി ചൂടാ കണ്ടില്ലേ. ഞാൻ വൃത്തിയായിട്ട ചൂട്. ഓ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ നോക്കണം. രണ്ട് കാര്യങ്ങൾ നടന്നില്ല. ചൂട് ഒരു രക്ഷയില്ലേ. 2 മണി 8 മണി 8:30 തന്നെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. 10 മണി അല്ല ഇപ്പം 2:30 2 മണി കഴിഞ്ഞു. എന്ത് ചൂടാ നോക്കി. സഹിക്കാൻ പറ്റില്ല മക്കളെ. രക്ഷയില്ല. ഞാനേ മെല്ലെ പാണ്ടൊന്നും എടുത്തിട്ടില്ല. അത് മാത്രം എടുത്തിട്ടുള്ളൂ. വേഗം മാത്രമല്ല അതിനുള്ള ആൾക്കാർ ഞാൻ എടുക്കുമ്പോൾ എന്നോട് അവിടെ കിടന്നോണ്ട് ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ 2 ആൾക്കാരും കൂടി ഉണ്ട്. അങ്ങനെ ശരി എളുപ്പമല്ല. 10-35 കിലോമീറ്റർ ചവിട്ടിയിട്ട് ഒരു 50 കിലോമീറ്റർ ചവിട്ടാൻ വേണ്ടി നോക്കണം. അത് കാര്യങ്ങൾ നടക്കില്ല ഈ നിലയ്ക്ക് ഞാൻ ചെയ്യാൻ. ഒന്നും പറയണ്ട മക്കളെ. എന്ത് നശിച്ച വെയിലാന്നറിയൂ. എത്ര നേരമായിന്നറിയൂ. ഒരു മണിക്കൂർ ചവിട്ടും ഒരു 15 മിനിറ്റ് ഇരിക്കും. 1 മണിക്കൂർ ചവിട്ടും 15 മിനിറ്റ് ഇരിക്കും. ഇങ്ങനെയാ. അശോ വെറുതെ റോഡ് ഇങ്ങനെ അറ്റല്ലാണ്ട് ഇങ്ങനെ കിടക്കുക. വണ്ടികളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാലേ ഒരു സുഖമില്ല. നല്ല വെയിലാ. നല്ല മുട്ടൊക്കെ പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങി കിട്ടുക. നിലക്കെ ചൂട്. ഓ പറയണ്ട. ഉച്ചക്ക് നോക്കും. ഞാൻ എന്താ മറ്റേ ഇതല്ലേ നന്നായിട്ടിരിക്കാൻ വെച്ചുള്ളല്ലേ. അതവിടെ നോക്കണം അവര്. തലേര ഉച്ചയിലേക്ക് വെയിലടിച്ചിട്ടേ ദേഷ്യം വന്നിറങ്ങി വെച്ചിട്ടേ ചെയ്യണ്ടേ. ചൂടിന് പറഞ്ഞ ഉച്ചക്കുള്ളത് അതിനുള്ളിലൊക്കെ ടെൻ്റടിച്ച് കിടക്കാൻ സുഖം കേട്ടോ. ഞാന് ഗുരുദ്വാര വല്ലതും ഉണ്ടെങ്കിൽ അതിൽ പിടിക്കാൻ വിചാരിച്ചിട്ടാ. ഗുരുദ്വാറിന് സുഖമാണ്. കാശലവും ഫുഡും കിട്ടും. അത് പിടിക്കാൻ വിചാരിച്ചു. ഇവിടെ നോക്കിയപ്പോൾ 2 കണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറിയിട്ടാ. കുറച്ചല്ല നന്നാക്കി ഉള്ളിൽ കയറണം. ഒരു 5-8 കിലോമീറ്റർ ഉള്ളിൽ കയറിയിട്ടാ. 5-8 കിലോമീറ്റർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാ ഗുരുദ്വാരയിലും കിടക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ട്.
അത് ഓരോ ടൈപ്പ് ആൾക്കാരുടെ ഗുരുദ്വാര തോന്നുന്നുണ്ട്. അതാണ് ചിലർ സമ്മതിക്കാത്ത. ബാക്കി ചിലവരൊക്കെ സമ്മതിക്കും. എന്താ സംഭവം എന്നറിയില്ല. അത് ഇയാളിപ്പോൾ എങ്ങോട്ടാ വരണം? എൻ്റെ നേരത്തെ വരണം. എങ്ങോട്ടാ വരണേന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഇന്ത്യ എടുക്കണ്ട. അവിടേക്ക് തിരിയാനാണ്. അപ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞാൽ മതി. അടുത്ത് സ്ഥലമുണ്ട് അവിടെ. ഇവര് റോഡിൽ മൊത്തം ചൂടായ കാരണം അവിടെ ഇട്ടാ. റോഡ് മൊത്തം കാണില്ലേ? റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക ട്രാക്ടർ വെച്ചിട്ട്. നോക്കിയേ, റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വണ്ടി വെച്ചിട്ട്. ട്രാക്ടറും വെച്ചു, അതിൻ്റെ ബോഗി അപ്പുറത്തും ഇപ്പുറത്തും. അതിൻ്റെ ഉള്ളിൽ നേരെ ചോളം ഉണക്കാത്ത കൊടുക്കുക. എന്ത് സംഭവമാണ്? അവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലാണോ പോലെ പറഞ്ഞ പോലെ. എന്താണോ അവർ ഉദ്ദേശിക്കണേ അത് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് വന്നിട്ട് മറ്റേ മൈദപ്പൊടി ആട്ടപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ അറിയില്ല എന്താ സംഭവം. വെള്ള കളറുള്ള ചെമ്പരത്തിയ. കുറേ ദൂരം ഇട്ടുണ്ടല്ലോ. കുറച്ച് ദൂരം നല്ല കേട്ടോ. സ്കൂൾ ഓഫ് നേഴ്സിംഗ്. രാജ്പുര എന്തൊക്കെയോ കടക്ക് കറക്റ്റാക്കട്ടെ. എൻ്റെ അടിക്കാണ്ടില്ലേ കറക്റ്റ് എന്നിട്ട് എൻ്റെ അടിക്കുമ്പോളേ പ്രശ്നം കഴിഞ്ഞാൽ ക്യാമറയുടെ രണ്ടാമത്തെ ബാറ്ററി ഇപ്പോൾ വിട്ടില്ല. അപ്പോൾ അതിന് ചാർജ് കയറായിട്ടുണ്ടാവും. പിന്നെ ഒരു ബാറ്ററി ഉണ്ടാവുള്ളൂ. ഫോണിൽ പവർ ബാങ്കിൽ ചാർജ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് കാരണം വലിയ ശല്യമില്ല. അയ്യോ എത്ര ദൂരം കണ്ടാ പോവുക. ഇതിനേക്കാളും ലൈറ്റ് തണവാട്ടാ. ഇതൊന്നും ഒരു കുട്ടിയൊക്കെ ചൂടാണ്. 8:15 8:30 ചൂട് തുടങ്ങി കൊടുക്കുന്നു. എന്തൊക്കെ പറയല്ലേ. വെയിലൊരു തരുന്നതാണ് വേണ്ട വരണേനി. അതുമില്ല, വെറുതെ ഉണ്ട് ചിന്ത കണ്ടത്. ഡൽഹി പബ്ലിക് സ്കൂളാണ്. വഴി തെറ്റി നാട്ടിൽ എത്തി. എന്തോ ഒരു അശുഭശനുണ്ട് ഇവിടെ. വഴി മാറിയ ഉണ്ടാവില്ല. യമുന നഗർ. ശരിയാ, യമുന നഗർ കൂട്ടിയിട്ടാണ് നമ്മൾ പോവുക. അതറിയാം. അതിന് എത്ര കിലോമീറ്റർ അവിടെ എങ്ങനെ എത്താൻ നോക്കണം. യമുന നഗർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ അവിടുന്ന് നേരത്തെ നോക്കുമ്പോൾ എത്ര 22 കിലോമീറ്ററാണ്. 20 കിലോമീറ്റർ നടന്നു. എത്തുമെന്നറിയില്ല. ഞാൻ എന്തായാലും 5 മണി ഏറി വന്നു കഴിഞ്ഞാൽ 5:30. അതിന് മുകളിൽ ഞാൻ ചവിട്ടാൻ നിൽക്കില്ല. നമ്മളെ എളുപ്പമല്ല. വെറുതെ പൊട്ടൻ്റെ പോലെ ചവിട്ടുകയല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞാൽ എന്തായാലും ഇന്നും ഒരു എത്തില്ല, നാളെ എത്തില്ല, മറ്റന്നേ എത്തില്ല. പറ്റണോടെ വരെ പോവുക, അത് നല്ലത് അല്ലേ. ഉണ്ടാക്കി നോക്കി സീസണാണ്. വാങ്ങണ്ടായി കുളമ്പ് വാങ്ങി അറിയില്ലാത്ത കൂടെ ചിലപ്പോൾ കുളമ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്നത്തെ സ്റ്റേയും റെഡിയാക്കി. ഇവിടുന്ന് യമുന നഗർ എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. പോണേക്കാളും മുന്നേ ടെൻ്റ് അടിക്കണേക്കാളും നല്ലത് ഗുരുദ്വാര നല്ലതെന്ന് മനസ്സിലായി. കണ്ട അവിടെ ഒരു ഗുരുദ്വാര കിട്ടിയാണ്ടല്ലേ. നല്ല വലിയൊരു ഗുരുദ്വാരയാണ്. റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു സുഖമായി. നമുക്കൊരു ചെക്കനെയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ കണ്ട ഹായ് പോടല്ല കേട്ടോ. കുറേ നേരം എൻ്റെ ഇപ്പോൾ നടക്കണത്. അച്ഛേ കുറേ നേരം നടക്കണം. ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇതാ അവൻ്റെ അപ്പം ഞങ്ങളവിടെ ഉണ്ട്. ഓർഡർ ശരം കൊണ്ട് താറ്റ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ. നമുക്ക് റൂമൊക്കെ കാണിച്ചു കൊടുക്കാം. റൂം
इधर इवड़ते गुरुद्वारा कണ്ടില്ലേ हाँ लाइट चालू हो गया नहीं है ये क्या है ये अंदर नहीं चलेगा अंदर जा सकते हैं नहीं नहीं मस्जिद से नहीं प्रॉब्लम है ये तुम्हारा दीदी है ഹായ് അങ്ങനെയുണ്ടല്ലേ നമുക്ക് കിടക്കാന്നുള്ള റൂം ഇതാട്ടോ ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് ഇപ്പോൾ പോയതാ कोई नहीं करके झाड़ू मार देंगे रहने बाद में मार देंगे ये तो ऐसी है അങ്ങനെ ഞാൻ അവിടെ ചവിട്ടി അവിടെ മൊത്തം കയ്യിലേ ये चप्पल इधर रख दो ये टॉयलेट यूज़ करने के चप्पल है नहीं कौन कह रहा है ये दूसरा कपड़ा है ये क्लीन करने का ये बाद में क्लीन कर लेंगे नहीं दूसरा कोई नहीं है ये नहीं ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് തുടയ്ക്കൊന്നുമില്ലല്ലോ നമ്മൾ കാലുകൊണ്ടന്നെ തുടച്ച് ഇതൊന്നും തയ്ച്ചിട്ടുണ്ട് അങ്ങനെയാണ് പരിപാടി അങ്ങനെ ഗുരുദ്വാര സെറ്റായി റൂം കണ്ടില്ല ഇവിടെ ये इधर दूसरा आदमी है रात में कौन है मैं तो कहीं बोल जाऊंगा तुम इधर ही है नहीं आज मैं कहीं वो पापा के साथ कहीं जाऊंगा हाँ तो कल को आ जाऊंगा मैं आज कोई नहीं है इधर हाँ आज कोई नहीं कोई नहीं है ओके हाँ आज आज मेरे वो अंकल है അങ്കിൾ ഓക്കെ അപ്പോൾ വേറെ ആളും കൂടി ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞേ അപ്പോൾ കുഴപ്പമില്ല അങ്ങനെയാണ് പരിപാടി അങ്ങനെ ഞാൻ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം നല്ലത് ഇവിടെ നിന്ന് നടക്കട്ടെ ലൈറ്റ് ചാലു പവർ ബന്ധമൊക്കെ ഓക്കെ ആ ഓക്കെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി ഗുരുദ്വാര കണ്ടത് ശരിക്കും വീട്ടിലിരുന്ന പോലെ കേട്ടോ വീട്ടിൽ എല്ലാവരും ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമല്ലോ അങ്ങനെ പരിപാടി ഇതൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ आपका नाम बोलो पता नहीं बोलो चलो मैं बोलता हूँ हाँ बोलता हूँ चलो आपका नाम क्या है हैप्पी नकली नाम पूछ रहा है वो हैप्पी नहीं नाम है नकली नाम है वो हैप्पी निकनेम है हैं ये हैप्पी बोल नकली नाम है नकली आपका नाम क्या है मनकीरत कौर हैं मनकीरत कौर मनकीरत कोट हाँ और मेरी बहन का भी पूछो नाम क्या है बता दे सतविंदर कौर सतविंदर कौर है इसका ये इसका मम्मा हाँ मम्मा 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 ये इसका बच्चा तीन हाँ चार जने हैं चार जने ये क्या ये भी तो हमारा भाई है तुम्हारे भाई हाँ देखो 1 2 3 4 5 पाँच ഇവിടെ നല്ല രസം അവിടെ എല്ലാവരും ഉണ്ട് ഇത് ഗുരുദ്വാര പോലെ ഒരു വീട് പോലെ കണ്ടില്ലേ ചേട്ടൻ അനീതി പിന്നെ ഇവിടെ ഒരാള് नानी मतलब मम्मी का मम्मी हाँ नानी നന്നി നാനി കണ്ടില്ല നായനെ കളിപ്പിച്ചിരിക്കുക അവിടെ ഫുൾ ടൈം ആ